ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരങ്ങളേത് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സിലിക്ക ജെല്ലാണ് കേട്ടോ. നമ്മൾ വില കൂടിയ ഇലക്ട്രോണിക് ഐറ്റംസ് അതുപോലെ തന്നെ ഷൂ ബാഗ്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു കവർ ഉണ്ടാവുമല്ലേ, നമ്മളത് സാധാരണ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ്. ഇതിൻ്റെ കുറേയധികം റിയൂസ് ഐഡിയാസ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഈ സിലിക്ക ജെൽ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലി, പെരിച്ചായി എന്നിവയെ തുരുത്താനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. നിങ്ങളിതിൽ കാണുന്നുണ്ടാവും ഇത് കഴിക്കാൻ പാടില്ല എന്ന്. അളവിലധികം ഇതിനുള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നല്ലൊരു വിഷമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ നമ്മൾ എലികൾക്കുള്ള ഒരു റെമഡി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഉപയോഗിക്കാത്തൊരു ബൗൾ എടുക്കുകയായിരിക്കും നല്ലത്. അതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഏത് മാവാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒരു മൂടി വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ ഞാനിപ്പോൾ സാനിറ്റൈസർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മളുടെ എലികളുടെ വയറ്റിലേക്ക് പോകുമ്പോൾ അസ്വസ്ഥത മൂലം വയറ് വീർത്ത് എലികൾ ചത്തുപോകാൻ ഇടയാവുന്നതാണ്. ഇനി എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കരയൊന്ന് ചീകിയിട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരു ബിസ്ക്കറ്റ് ആയാലും പൊടിച്ച് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഇത്രയും ഒന്ന് ചെവി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമ്മളൊന്ന് ആക്കി കൊടുക്കണം. ആ രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് ഉരുട്ടി ഈ ഒരു ബോൾ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പുകയിലയാണ് കേട്ടോ. പുകയില കുറച്ച് അധികം തന്നെ നമ്മൾ കുറച്ച് അധികം പുകയിലൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓക്കാനും തലകറക്കൊക്കെ വരുമല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ എലികളുടെ വയറ്റിലേക്കും ഇത് പോകുന്ന സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഡ്രൈഡ് ആയിട്ടുള്ള പുകയില ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉരുള, ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു ഫില്ലിങ് പോലെ നമുക്ക് ഈ ഒരു പുകയില വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഗോതമ്പിൻ്റെയും അതുപോലെ തന്നെ ശർക്കരയുടെ ഒക്കെ സ്മെല്ലിന് എലികൾ ഒരുപാട് ആകർഷിക്കും. അപ്പോൾ പെട്ടെന്ന് അത് എടുത്ത് കഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും എലികൾക്ക്. അങ്ങനെ എടുത്ത് കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ എലികളുടെ വയറ്റിലേക്ക് ചെന്ന് വയറ് വീർത്ത് അസ്വസ്ഥത മൂലം എലികൾ ചത്തുപോകാൻ ഇടയാവുന്നതാണ്. അപ്പോൾ 2 ബോൾസിൽ ഞാൻ ഇതുപോലെ ഒന്നാക്കിയെടുത്തിട്ടുണ്ട്. വിഷമോ എലിക്കണിയോ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എലികളെ തുരത്താനുള്ള ഒരു നാച്ചുറൽ റെമഡി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 100% തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ രണ്ടും ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കാപ്പിപ്പൊടി ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാപ്പിപ്പൊടിയുടെ സ്മെല്ലും എലികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചിരട്ടയിലേക്ക് കുറച്ച് തേങ്ങയുണ്ട്, അപ്പോൾ അതിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ എലിയുടെ ശല്യമുള്ള സ്ഥലത്ത് നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എലിശല്യം നാച്ചുറലായിട്ട് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. യാതൊരുവിധ കെമിക്കൽസിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഡെയിലി യൂസ് ചെയ്യുന്ന മിക്സി ചിലപ്പോഴൊക്കെ നമ്മൾ ക്ലീൻ ആക്കാൻ മറന്നു പോവുകയാണെങ്കിൽ ഇതുപോലെ അഴുക്കൊക്കെ നന്നായിട്ട് പിടിക്കുകയല്ലേ. വളരെ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ആ അരയ്ക്കുന്ന ഭാഗത്തൊന്ന് വെള്ളം ഒഴിച്ച് നമ്മൾ ക്ലീൻ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ മിക്സിയൊക്കെ കേടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കും. വിനീഗറിന് പകരമായിട്ട് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് ഇത് നമുക്ക് മിക്സ് ആയി വരും കേട്ടോ. ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് എത്ര ഒട്ടിപ്പിടിച്ച അഴുക്കാണെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ക്ലീനിങ് ഏജന്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ അഴുക്കായിട്ടുള്ള മിക്സിയുടെ ഈ ഭാഗത്തൊക്കെ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. വേറൊരു ക്ലീനിങ് സൊല്യൂഷനും വാങ്ങി നിങ്ങൾ പൈസ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ കുറച്ച് സമയം വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെ തുടച്ചെടുത്താൽ മതിയാവും. എല്ലാ അഴുക്കും നമുക്ക് ഞൊടിയിടയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ എന്നും നമുക്ക് ഈ മിക്സി ഒന്നും ക്ലീൻ ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ നിങ്ങൾ കുറച്ച് ന്യൂസ് പേപ്പർ ഡിപ്പ് ചെയ്ത് കുറച്ച് സമയം വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതിയാവും. നല്ല പുതിയതുപോലെ എത്ര അഴുക്ക് പിടിച്ച
മിക്സിയും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മിക്സി ജാറൊക്കെ ചില സമയത്ത് വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇതിൽ അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കുറച്ച് ന്യൂസ് പേപ്പർ ഒന്ന് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ തന്നെ അതിൻ്റെ ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നന്നായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ടിപ്പും ഒന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല നമ്മളെ മിക്സി ജാറിലൊക്കെ നല്ല പള പുതിയതുപോലെ തന്നെ മിന്നി കിട്ടുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉപയോഗിച്ചൊരു മിക്സി ജാറും മാത്രമല്ല നമ്മളുടെ ജനലിൻ്റെ കണ്ണാടികൾ, ഇതുപോലെ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ നമ്മൾ പെട്ടെന്ന് കൈയൊക്കെ പിടിക്കുമ്പോൾ എണ്ണക്കറയും കാര്യങ്ങളൊക്കെ ആവാറുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ന്യൂസ് പേപ്പർ വെച്ചൊന്ന് ഉരച്ചെടുത്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കറകളൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ കുറച്ച് അധികം പരിപ്പ് അതുപോലെ തന്നെ പയറൊക്കെ വാങ്ങിച്ച് വരുന്ന സമയത്ത് നമ്മൾ കുപ്പിയിലിട്ട് വെച്ചതിന് ശേഷം ബാലൻസ് വരുന്നത് പോലെ ഒരു കവറിലാക്കിയിട്ട് ബോട്ടിലിൻ്റെ വായ്ഭാഗം മുറിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും എയർ പുറത്തേക്കൊന്നും പോയില്ല. നമുക്ക് ആവശ്യാനുസരണം ഈ ഒരു ക്യാപ്പ് ഊരിയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്തതായിട്ട് യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് മൈലാഞ്ചി ഇലയും 2 ചെമ്പരത്തി പൂവും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേയില വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡർ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ പൊടിയും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, ഫ്രഷ് ആയിട്ടുള്ള എണ്ണയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കളറ് നമ്മുടെ മുടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു ഓവർനൈറ്റ് ഞാനിത് ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സമയമുള്ളവരാണെങ്കിൽ ഒരു ഓവർനൈറ്റ് തന്നെ വെക്കുകയായിരിക്കും നല്ലത്. സമയമില്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ കട്ടൻ ചായ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കുന്നത്. അന്നേരം പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ ഇരുമ്പിൻ്റെ അംശമൊക്കെ നമ്മളുടെ ഈ ഒരു ഹെന്ന മിക്സിലേക്ക് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കുന്നത്. അയൺ കണ്ടന്റ് നമ്മുടെ ഹെന്ന മിക്സിൽ പിടിക്കുന്നതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് കറുത്ത് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് കളർ ഇപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമുക്ക് എടുത്ത് നോക്കാം. പിറ്റേ ദിവസമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഒരു ബ്ലാക്ക് കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത മുടിയിലേക്ക് നമ്മൾ ഡ്രൈ ആയതിനു ശേഷം ഈ ഒരു മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാം. നിങ്ങൾ ബെറ്റ് വെച്ചോളൂ, 100% തന്നെ നമ്മളുടെ മുടി കറുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മുടി കറുപ്പായി കിട്ടുന്നതാണ്. യാതൊരുവിധ കെമിക്കൽസിൻ്റെയും ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെന്ന മിക്സ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ബ്രദറിൻ്റെ മോളുടെ മുടിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഈ ഒരു ഭാഗത്തായിട്ട് മാത്രം അകാല നിര വന്നിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിരിക്കുമല്ലേ കൊച്ചുങ്ങളുടെ മുടിയൊക്കെ ഇതുപോലെ ആവുന്ന സമയത്ത്. എന്നാൽ യാതൊരുവിധ ടെൻഷനും ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുറേയധികം ഹെയർ ഓയിലും നാച്ചുറൽ ആയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരിക. ഈ അകാല നര എന്നുള്ളത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു നര ഉള്ള ഭാഗത്ത് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അധികം നര ഉണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ഹെന്ന മിക്സ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നരയുള്ള മുടിയിലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ നമുക്കൊന്ന് ഇത് ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മുടി ഒരു ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ തലയിൽ മുഴുവനായിട്ടും ഗ്രേ ഹെയർ ഉള്ളവരാണെങ്കിൽ ഹെന്ന മിക്സ് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് കവറോ ഷവർ ക്യാപ്പോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഒരു 1-2 മണിക്കൂറിന് ശേഷം ഞാൻ കഴുകിയിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ഗ്രേ ഹെയർ ഒക്കെ നമുക്ക് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ നീരിറക്കത്തിൻ്റെ പ്രശ്നം, ചുമ, ജലദോഷമൊക്കെ ഈ ഡ്രൈ ഉപയോഗിക്കുന്ന മൂലം വരുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഹെന്ന മിക്സ് റെഡിയാക്കുന്ന സമയത്ത് 2-3 ഗ്രാമ്പൂ അല്ലെങ്കിൽ 2 കുരുമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം അരച്ചെടുക്കുക.
അപ്പോൾ ബ്രൗൺ ആയിട്ടുള്ള മുടി ഒന്ന് ബ്ലാക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നീലയമരി പൊടിയാണ് കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ബ്രൗൺ നിറമായിട്ടുള്ള മുടിയിൽ ഒന്ന് തേച്ച് ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് നമ്മളുടെ മുടി നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നീലയമരി മിക്സ് ചെയ്ത് കുറേ സമയം നമ്മൾ വെച്ച് കൊടുക്കരുത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ തലയിൽ അപ്ലൈ ചെയ്യുക. അപ്പോഴായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. പണ്ട് കാലം മുതൽ തന്നെ നമ്മളെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും യൂസ് ചെയ്ത് വന്നിരുന്ന ഒന്ന് തന്നെയാണ് നീലയമരി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൊച്ചുമക്കൾക്ക് വരെ യാതൊരു പേടിയും കൂടാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ബ്രൗൺ നിറമായിട്ടുള്ള മുടിയിലേക്ക് ഞാൻ നീലയമരി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമുള്ള ഒരു വ്യൂവും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ലൈവായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു നാച്ചുറൽ ഡൈ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്. അതുപോലെ തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഇത് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നാച്ചുറൽ ഡൈ യൂസ് ചെയ്ത് വരുന്നവരാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഈ ഒരു ബ്രൗൺ ഹെയറിൽ ഞാനൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് കഴുകിയിട്ടുണ്ട്. നല്ലൊരു ബ്ലാക്ക് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസ് ആയിട്ടും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മുട്ടയുടെ വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതേത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിലേക്കൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്നൊന്ന് പുറത്തേക്ക് പോവാണ്, നമ്മൾ മുഖമൊക്കെ ഡള്ളായിട്ട് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ഇതുപോലൊരു മാസ്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ടിഷ്യൂ പേപ്പർ നമ്മളെ മുഖത്ത് ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം അത് ഡ്രൈ ആയിട്ട് വരുള്ളൂ. എന്നിട്ട് അത് പറിച്ചെടുത്ത് നമ്മളൊന്ന് മുഖം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടുന്നതാണ്. ബ്യൂട്ടി പാർലറിലോ എവിടെയും പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കൊച്ചുമക്കൾക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇതുപോലുള്ള കറൻസിയിലൊക്കെ എണ്ണക്കറിയോ അതുപോലെ തന്നെ മഷിക്കറിയൊക്കെ ആയാൽ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ. പൈസ എടുത്ത് വെച്ചിരുന്ന സമയത്ത് മക്കൾ അറിയാതെ എണ്ണ എടുത്തപ്പോൾ ഇതിലേക്ക് ആയതാണ് കേട്ടോ. നന്നായിട്ട് എണ്ണ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഈ എണ്ണക്കറ എങ്ങനെ കളയാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ കുറച്ച് ഷാമ്പൂവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് ഷാമ്പൂ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളുടെ എണ്ണക്കറ പിടിച്ചിട്ടുള്ള നോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് തിളച്ച് അതിൻ്റെ എണ്ണക്കറയൊക്കെ ആ വെള്ളത്തിലേക്ക് പോകുന്നത് വരെ തന്നെ നമുക്കൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എണ്ണക്കറയൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ അടുപ്പൊന്ന് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് ആ എണ്ണക്കറയൊക്കെ ആ വെള്ളത്തിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ നോട്ട് നല്ല ക്ലീനായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്ത് നല്ല വെള്ളത്തിൽ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, എണ്ണക്കറയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അയൺ ബോക്സ് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എണ്ണക്കറയൊക്കെ പോയിട്ട് പുത്തൻ നോട്ട് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഇതേ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.